സുരേഷ് ഗോപിയുടെ 50,000 രൂപ, മോഹൻലാലിൻ്റെ 50,000 രൂപ, മമ്മൂട്ടിയുടെ 50,000. ഈ 1.5 ലക്ഷം രൂപ അടിച്ചു വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ്. അതിൻ്റെ കാര്യമില്ല. എല്ലാവർക്കും അതിന് ഇപ്പോൾ വന്നതിൻ്റെ ഞാൻ എന്ത് പറയുന്നത് വേണ്ടിയിട്ട് എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പുഴ രാജു ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി VTH താമസിച്ചു, കോഴിക്കോട് പോയി മഹാറാണിയിൽ താമസിച്ചു. എല്ലാവരുടെയും മാമുപ്പയെ അടക്കം ഇവിടെ എല്ലാ ഇന്നസെൻ്റ് അടക്കമുള്ള വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ ഉണ്ടാക്കിയൊരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ച അത് ശിഥിലമാണ്. ഒരു സംശയം വേണ്ട. അതിന് കാറ്റുപോയി. അപ്പം നമുക്ക് അതിലും അംഗങ്ങളായിട്ടുള്ളവരുടെ ഇതിലേക്ക് കൊണ്ടതൊക്കെ അറിയാം. നമ്മളതിൻ്റെ കാറ്റുപോയി. അത് നശിപ്പിക്കണമെന്ന് കുറേ ആൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കും. ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട്. കാരണം 150 ആളുകൾ എഴുഷോ എത്ര 130 പേർക്ക് മാസം 5,000 രൂപ വെച്ച് കൈനീട്ടമായി ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പഴയ നദീനടന്മാരുണ്ട്. അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിനെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട്, വളരെ വേദനയുണ്ട്. കാരണം 5,000 രൂപ കൊടുക്കുന്ന അത്ര എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ്. ഇവർക്കെല്ലാം എത്ര ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നത്. ഇത് വളരെ നിസ്സാരമല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതൽ. ഞാൻ ചെറിയൊരു പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 4 കോടി 5 കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നടത്തിക്കൊണ്ടുപോകാം. കാരണം 130 പേർക്ക് 5,000 രൂപ വെച്ച് കൊടുക്കണം. ഇതുകൂടാതെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കണം. ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചു കൊടുത്ത് സഹായിക്കണം. ഞാനൊന്നും